നമുക്കിവിടെ സാധിക്കും. കാരണം ഇന്നൊക്കത്തെ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം, ഒരു ചണ്ടിയൊക്കെയാണ് മാറിയിരിക്കുകയാണ്. അഥവാ എന്തും വന്നിട്ട് വിളിച്ചു പറയാ, എന്ത് തമ്മടിത്തരവും കാണിക്കാം. ഇന്നിപ്പോ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. നമ്മുടെ കേരളം തന്നെ ഇപ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം എന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കണ ഒറ്റ ചോദ്യം, ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പൊ കേരളമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല? അക്കോട് പോയിട്ടുണ്ടോ? അക്കോട് പോയിട്ടൊന്നുമില്ല. വീഡിയോസ് പോയിട്ടുണ്ടല്ലേ? വീഡിയോ എന്ത് ചെയ്യും, റിപ്പോർട്ട് അടിച്ച് കണ്ട് വലിയ വടക്കാൻ. ജനങ്ങൾ നോക്കണത് മതം. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് കുറെ ആൾക്കാർ മതം വിട്ടുകണ്ട് പോകുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾക്കറിയാം. കേരളം ഇപ്പൊ തീവ്രവാദികൾ ഹബ്ബായി മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാനുള്ളത്? ഹബ്ബായി മാറിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹബ്ബായിട്ട് ഒരുപാട് ഇവിടെ മാറിയിട്ടുണ്ട്. കാരണം പണ്ടുള്ള കാലമല്ല ഇന്നുള്ള കാലം. ഇന്ന് ഏറ്റവും കൂടുതൽ മതം നോക്കി ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഏറ്റവും. അഥവാ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ തുടങ്ങിയത്. ഓരോ മനുഷ്യരുടെ മനസ്സിൽ എത്രത്തോളം ജാതി, മതം, രാഷ്ട്രീയം, രാഷ്ട്രീയത്തിന് പോട്ടെ, ജാതി, മതം എത്രത്തോളം ആണ്, ഈ ഒരു മതം മറ്റുള്ള മതക്കാരെ എത്രത്തോളം ആണ്, എങ്ങനെയാണ് കാണുന്നത്, എത്രത്തോളാണ് അടിച്ചമർത്തുന്നത് എന്നുള്ള സംഭവങ്ങളെ നമ്മളിന്ന് കേരളത്തിന്റെ മണ്ണിൽ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ചോദിച്ച ചോദ്യം, തീവ്രവാദികൾ ഹബ്ബായി നമ്മുടെ കേരളം മാറിയോ? തീവ്രവാദികൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ ഈ പഹൽഗാമിലെ എന്ത് ചെയ്തു, ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി. ഈ എറണാകുളത്തുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്ത്, അദ്ദേഹത്തിന്റെ പേര് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല, എന്ത് ചെയ്തു, പഹൽഗാം യുദ്ധത്തിൽ എന്ത് ചെയ്ത് ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൾ ആരതി മേനോൻ. ആരതി മേനോൻ. അപ്പൊ അവരൊന്ന് കണ്ട് സംസാരിച്ചൊക്കെ നമ്മൾ കണ്ടിരുന്ന ആ ഒരു ആരതി മേനോന്റെ അച്ഛനായിട്ടുള്ള ആ ഒരു മനുഷ്യൻ മരിച്ച സമയത്ത്, പട്ടാളക്കാരൻ, ഒരു മിലിറ്ററിക്കാരനാണ്. ആ ഒരു മനുഷ്യൻ മരിച്ച ഒരു സമയത്ത് സനൂഫ് എന്ന് പറയുന്ന ഒരുത്തൻ പറഞ്ഞ വാക്കെന്താണ്, ഈ ഒരു പന്നി ഇല്ലാതായി പോയത് നന്നായിതോ അങ്ങനെ എന്തോ എന്നിവിടെ പറഞ്ഞിട്ട് എന്ത് ചെയ്തേ, ഓനവിടെ മതം വിഷം കുത്തിക്കയറ്റിക്കണം സംസാരിച്ച്. പക്ഷെ ഒരു വർഷം കഴിഞ്ഞാലും തന്നെ ശരി, ഓൻ കേരളത്തിന് മണ്ണിൽ കാല് കുത്തിയത് ഓനക്ക് ഓർമ്മയുള്ളൂ. ഓൻ എന്ത് ചെയ്ത് പോലീസ് പിടിച്ചോണ്ട് ഇവിടെ കൊണ്ടുപോയി. ഓൻ എന്തേ ഒരു തീവ്രവാദമല്ലേ ഓനോട് ഉണ്ടാക്കിയത്? അല്ലേ? അതേമാതിരി ഓപ്പണായി കണ്ടുകൂടെ പറയാതെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ തമ്മിൽ പറയുന്ന എത്ര മനുഷ്യരുണ്ടാവും? ഇപ്പൊ ഭൂരിഭാഗം അങ്ങനെയാണെന്നാ തോന്നുന്നത്. ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അങ്ങനെ എത്രയോ കേസുകൾ എന്ത് ചെയ്തിക്കണേ ഇവിടെ പിടിച്ചിട്ടുമുണ്ട്. ഇഷ്ടം പോലെ ഇവിടെ പിടിച്ചിട്ടുമുണ്ട്. ഇനിയും ഇന്നലെ എന്തൊക്കെ നാളെ നമുക്ക് കാണാം. കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങാണ്ട് ഇവിടെ വരും. മുസ്ലിം ഹിന്ദുവിനെയും, ഹിന്ദു മുസ്ലിമിനെയും, പിന്നെ അതുപോലെ മുസ്ലിംസ് ക്രിസ്ത്യാനികളെയും, ക്രിസ്ത്യാനിസ് മുസ്ലിംസുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും മതം വിഷം ചീറ്റുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് ഇന്നലെ എന്തൊക്കെ നാളെ വരും കാര്യങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സാധിക്കും. കാരണം ഇന്നൊക്കത്തെ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം, ഒരു ചണ്ടിയൊക്കെയാണ് മാറിയിരിക്കുകയാണ്. അഥവാ എന്തും വന്നിട്ട് വിളിച്ചു പറയാ, എന്ത് തമ്മടിത്തരവും കാണിക്കാം. ഇന്നിപ്പോ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഇന്നിവിടെ തമ്മടിത്തരങ്ങൾ ഇഷ്ടം വരാം. അപ്പം ആ ഒരു കൂട്ടത്തിലേക്ക് എന്ത് ചെയ്യും, ഇതും ഇവിടെ കടന്നുകൂടെ വരുമ്പോൾ നമ്മുടെ കേരളം തന്നെ ഇപ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം എന്ന് നമ്മളിവിടെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കണ ഒറ്റ ചോദ്യം, ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പൊ കേരളമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? അതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന VS അച്യുതാനന്ദൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10-12 വർഷം കഴിയുമ്പോൾ കേരളത്തില് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ എണ്ണം കൂടും, ഹബ്ബായി മാറും. ഇപ്പോ പോപ്പുലേഷൻ അല്ല ഞാൻ പറയുന്നത്, ഹബ്ബായി മാറും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് 10-12 വർഷം മുന്നേ പറഞ്ഞ കാര്യമാണ്. ആ 10-12 വർഷം ഇങ്ങോട്ടേക്ക് എത്തി നോക്കുമ്പോൾ, ഇപ്പൊ നമ്മളൊക്കെ ഇന്ന് സംസാരിക്കുമ്പോൾ അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ചെറിയൊരു വിഷയം സംസാരിച്ചാൽ പോലും ആ ഒരു വിഷയത്തില് മതം നോക്കി സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ സപ്പോർട്ട് ചെയ്യണോന്ന് നോക്കി, ഇത് നമ്മുടെ മതക്കാരാണോ എന്ന് നോക്കി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി ഇവൻ നമ്മളിതിനെതിരെ പറഞ്ഞതാണ്, അതുകൊണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്യണോ എന്ന് വെക്കുന്ന ആളുകളുണ്ട്. ഇനി ഒന്നും പോരാണ്ട് നമ്മുടെ ഇവിടത്തെ CPM കോൺഗ്രസ്സുകാരും തന്നെ ഇതുപോലത്തെയുള്ള 2047 ഇന്ത്യനെ നമ്മന്റെ ആക്കുന്ന വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ആ പാർട്ടിയൊക്കെ നമ്മൾ ബാൻ ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴും അതിന്റെ അംശങ്ങളായ PDP, SDP കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നാട്ടിലുണ്ട്. അവരോടൊക്കെ കൈയോട് കൈ ചേർത്ത് നടക്കുകയാണ് CPM കോൺഗ്രസും ഒക്കെ ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമി മറ്റൊരു ഉദാഹരണമാണ്. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ പാർട്ടിയല്ല, അവർക്കിപ്പോൾ അത്ര മതപരമായിട്ടുള്ള സംസാരിക്കുന്നില്ല എന്ന് ഇലക്ഷന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇപ്പോഴത്തെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ് വെള്ളപൂശിയതാണ്.
അവരിപ്പോഴും അങ്ങനെ സംസാരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ, പറയല്ലോ. ഇപ്പം പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ അവർ നിർത്തിവെച്ചോ, നാളെ പിറ്റേന്ന് വേറെ എന്തെങ്കിലും ഇതേമാതിരി എന്തെങ്കിലും സംഭവങ്ങൾ വരുമ്പോ അവരത് എടുത്തുകൊണ്ട് ഇവിടെ പറയും. കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മതം നോക്കി ജീവിക്കുന്ന മനുഷ്യരായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ പല വീഡിയോസും ഇതിനെ കുറിച്ച് കണ്ട് പല റിയാക്ഷൻ വീഡിയോസ് ഞാൻ ചെയ്തിട്ടും എനിക്കൊക്കെ കേട്ട തെറികൾക്കൊന്നും ഒരു കുറവില്ല. എത്രയോ വീഡിയോസ് സപ്പോർട്ട് ചെയ്ത് പറയാത്തോണ്ടാണോ? അവര് എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്നത് ഞാൻ എതിർക്കും. കാരണം അത് ശരിയായി കണ്ട് എനിക്കിവിടെ തോന്നിയിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ എൻ്റെതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളെ ഞാൻ എന്ത് ചെയ്യും, ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് ഞാൻ ഇവിടെ പറയും. എങ്കിൽ ഇതേമാതിരി എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ മനുഷ്യരും ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരത് ചെയ്യുന്നത് കമന്റ് ആക്കിയാണ്ട് എഴുതുക മാത്രമാണ്. എങ്കിൽ ഞാനത് ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് കമന്റ് ആക്കിയാണ്ട് അല്ല ഞാൻ ചെയ്യണത്. ഞാൻ വീഡിയോ ആയിക്കാണ് ഞാൻ ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യും, പബ്ലിക്കിലോട്ട് ഞാൻ ഇവിടെ പറയും. അത് പറയുന്നത് ഒരു പക്ഷെ അവർക്ക് പറ്റൂല. അപ്പൊ പറ്റാതെ വരുമ്പോ എന്ത് ചെയ്യും, പല ആൾക്കാരും വീഡിയോ എടുത്തുകൊണ്ട് റിപ്പോർട്ട് അടിച്ചുകൊണ്ട് കളയും. അക്കൗണ്ട് പോയിട്ടൊന്നുമില്ല, വീഡിയോസ് പോയിട്ടുണ്ടല്ലേ. വീഡിയോ എന്ത് ചെയ്യും, റിപ്പോർട്ട് അടിച്ചുകൊണ്ട് വലിയ വടക്കാൻ റിപ്പോർട്ട് അടിച്ചുകൊണ്ട് കളയും. കളയണത് എന്താണ്, ഞാനാ പറഞ്ഞത് അവർക്ക് പറ്റാത്തത് കാരണം കൊണ്ടാണ്. അത് അവരെടുത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അവരെന്ത് കാരണം കൊണ്ട് അവരത് അംഗീകരിക്കുന്നില്ല. അതുപോലെ മറ്റൊരു കാര്യം, ഈ തീവ്രവാദികളെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽ മതമായിട്ട് ഇവർ കണക്ട് ചെയ്യുന്നത് എന്തിനാ? മതമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്തിനാ? അവർക്കറിയാം മതം എടുത്തിട്ടാലാണ് ഒരു രക്ഷ ഉണ്ടാവുള്ളൂ. കാരണം മറ്റുള്ള കാര്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾ നോക്കുന്നത് മതം. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് കുറെ ആൾക്കാർ മതം വിട്ടുകൊണ്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. നിങ്ങൾക്കറിയാം, ഒരുപാട് മനുഷ്യരുണ്ട് മതം വിളിക്കുന്നുണ്ട്. എന്താണ് ഏത് മതത്തിൽ നമ്മളത് എക്സ് ആണ്. തീർച്ചയായിട്ടും അങ്ങനെ മതം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, മതം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, നിരീശ്വരവാദികളുണ്ട്, പലതരത്തിലും. ഇപ്പൊ ഞാനൊക്കെ ചില വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ എന്നോടൊക്കെ പല ആൾക്കാരും വന്നാണ് പറയണേ ഇതൊരു നിരീശ്വരവാദിയാണെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും, ആൾക്കാരിന്റെ അടുത്ത് വരും. ഞാൻ പറയും ഞാൻ ഏത് വാദി ആയിക്കോട്ടെ, നിങ്ങളുടെ അവതാരത്തിലല്ലോ ഞാൻ ഇവിടെ ജീവിക്കണത്. ഞാൻ എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ ഇവിടെ പറയുമ്പോ കാണുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ ഞാനൊരു സംഖ്യ ആയിരിക്കാം. ഇഷ്ടം പോലെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ ഏത് തരത്തിലുള്ള വീഡിയോസ് ചെയ്താലും പറയും ഇതൊരു സംഖ്യ കുട്ടനാണ്, ഇതൊരു സംഖ്യയാണ്, ഇത് സംഖ്യയാണെന്ന് ഇറങ്ങാണ്ട് ഇവിടെ വരും. എന്തർത്ഥത്തിനാണ് പറയണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചില ആൾക്കാർക്ക് ഞാൻ റീപ്ലൈ കൊടുക്കും, ആയിക്കോട്ടെടോ, നിങ്ങളൊക്കെ കണ്ണിൽ ഞാനൊരു സംഖ്യയായിട്ടാ കാണുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇനിയിപ്പൊ അത് മാറ്റാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ വരുന്ന ആവശ്യമില്ല. കാരണം ഞാൻ എന്താന്നുള്ള കാര്യം എനിക്കറിയാം. ഇനിയിപ്പോ നിങ്ങളെല്ലാം കൂടി സംഖ്യപ്പെട്ടാണ് ചാർത്തി തരുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ചാർത്തിക്കോളി, എനിക്കിവിടെ എന്താ കുഴപ്പം. ഇപ്പൊ ചില ആൾക്കാർ വിടുന്നാണ്ട് ഇവിടെ പറയും ഇജ്ജ് ശാഖയില് തേക്കണ്, അങ്ങനെ അയക്കണേ, ഇങ്ങനെ അയക്കണേ, ഇജ്ജ് ശാഖയില് തേക്കണേ ഇല്ല എന്നുണ്ടെങ്കിൽ അനക്ക് എന്ത് ചെയ്തേക്കണേ, BJP-ന്റെ ആൾക്കാര് അനക്ക് കയ്യിലേക്ക് എന്ത് കുറെ പൈസ ഇവിടെ തന്നിക്കണ്, അനക്ക് പൈസ തന്നിക്കാണ്ട് പറയിപ്പിക്കണതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേഴ്സണൽ മെസ്സേജ് ആയാലും ശരി, അതേമാതിരി കമന്റിലായാലും ശരി വരുന്നതിനൊന്നും ഒരു കുറവില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇവരൊക്കെ എന്ത് കണ്ടിട്ട് എങ്ങനെ പറയണത്? നമ്മളതായിട്ടുള്ള അഭിപ്രായം നല്ലതാണെന്ന് പറയണേ, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുന്നത് എതിർത്തോടെ സംസാരിക്കുന്നേ. അപ്പൊ ഞാൻ കേൾക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. അപ്പൊ ഞാൻ ഓരോട് പറയാറ്, ഞാൻ ഇവിടെ പറയും ഞാൻ ഇന്നേ ഒരു ശകലോടെ പോയിട്ടില്ല. ഇനിയിപ്പോ ഞാൻ പോയതായിട്ടാണ് നിങ്ങൾ കണക്കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് കണക്കൂട്ടിക്കോളി. എന്നിട്ട് ഞാൻ ചില വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലൊക്കെ ശാഖയിൽ കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളി, നിങ്ങളൊന്നും വന്നാൽ ഇക്കൊന്ന് പോയിക്കോട്ടെ, നിങ്ങൾ കാണിച്ചു തരിട്ടാ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാല് അത്രത്തോളം കമന്റുകൾ ജനങ്ങളിവിടെ പറയുമ്പോ എന്നായിക്കോട്ടെ ഒരേതരം അങ്ങനെ പറയില്ലേ, അപ്പൊ ഓൽക്കിട്ട് കണ്ട് ഒരു കൊട്ടിട്ടിട്ട് എന്ത് ചെയ്യും, ഞാൻ അങ്ങനെ അങ്ങോട്ട് പറയും. അപ്പൊ ആൾക്കാർ വേറെ വന്ന് കണ്ട് പറയും ജാതി പൊയ്ക്കണ്, ജാതി പൊയ്ക്കണ് എന്ന് പറയുന്നത്. അവർക്ക് ഈ ആശയപരമായിട്ട് സംസാരിക്കാൻ പറ്റാണ്ട് വരുമ്പോ അവർ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണല്ലോ ഇതെല്ലാം. തീർച്ചയായിട്ടും ഇത് അതും കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വേറെ പല വിഷയങ്ങളിലേക്ക് അവർ സംസാരിച്ചു പോരും. ഇനിയിപ്പോ ഞാൻ വേറെ ഏത് വീഡിയോസ് നമ്മൾ ഇട്ടോട്ടെ, ഈ ഒരു വണ്ടിപരമായിട്ടുള്ള വീഡിയോസോ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെയുള്ള പാർട്ടികൾക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോസോ എന്ത് തന്നെ ഇട്ടാലും എല്ലാത്തിലും ആൾക്ക് ചില ആരെങ്കിലും 4-5 ആൾക്കാർ വന്നാണ്ട് പറഞ്ഞാണ് ഇത് സംഘിക്കുട്ടനാണ് ഇത്. അപ്പൊ അവർക്കെതിരെ സംസാരിക്കുന്നവരൊക്കെ സംഘിപ്പട്ടം കൊടുക്കും, ചാർത്തി കൊടുക്കും. അവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ കിട്ടിയാണ്.
പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്യണേന്ന് പറയും. അപ്പൊ എന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ ഇവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നവർ പൈസ വാങ്ങിച്ചിട്ടാണോ ചെയ്യുന്നത്? അനുകൂലമായിക്കാണ്ട് സംസാരിക്കുന്ന ആൾക്കാർ പൈസ വാങ്ങിച്ചിട്ടാണോ എന്നോട് ചോദിച്ചാൽ, ഒരു പക്ഷേ ഇവരിവിടെ പറയുന്നുണ്ടല്ലോ മറ്റൊരാൾക്ക് അതിന് പൈസ മേടിച്ചിട്ടാണ് ഞങ്ങൾ പറയണത് എന്നുള്ളതേ. അപ്പൊ ഇനി ഓരെന്ത് ചെയ്യുന്നുണ്ടാവും? എന്തെങ്കിലും അവിടെ പൈസ അവിടെ മേടിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ മേടിക്കണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ അറിയാം. നമുക്ക് തരുന്നുണ്ടോ ഇല്ലേ നമുക്ക് ഇവിടെ അറിയാം. അവന് ഓരവിടെ അങ്ങനെ പറയുന്നത് എന്തോടെ അർത്ഥമുള്ളത്? അപ്പൊ നമുക്ക് അങ്ങോട്ടും പറയാം, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്നായിക്കോട്ടെ, നമ്മളെ ഏതായാലും പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതില് പൈസ മേടിക്കുന്നുണ്ട് എന്നാണല്ലോ ഇവിടെ പറയണത്. എന്നായിക്കോട്ടെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം, പൈസ അങ്ങോട്ട് തരും, നമുക്കാണ് സംസാരിക്കാം, പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞ തീവ്രവാദം ഈ മണ്ണില് വേരുറച്ചു കഴിഞ്ഞു. നമ്മുടെ കേരളം അതിന്റെ ഭാഗമായി കഴിഞ്ഞു, തീർച്ചയായിട്ടും ഹബ്ബായി മാറിക്കഴിഞ്ഞു. ഇഷ്ടംപോലെ ആൾക്കാർ ഇനി നോക്കിക്കോളെ. ഇനി വരും കാലങ്ങളില് ഇത് കൂടെ എന്നല്ലാതെ ഒരു കുറവും വരില്ല. ഞാൻ ഈ പറഞ്ഞത് ഇന്നലെ നടക്കുന്ന നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഞാൻ ഉറപ്പായിട്ട് പറയണത്. ഇപ്പൊ ഇവിടെ എറണാകുളത്ത് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെ ഇപ്പോ ഭായിമാരുടെ ഭയങ്കര കൂട്ടമാണ്. ഈ ഭായിമാര് തന്നെ ലഹരി വിൽക്കുന്നുണ്ട്. ഈ ഭായിമാര് തന്നെ കറക്റ്റ് ആയിട്ട് അഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ ബംഗാളികളാണോ, ബംഗ്ലാദേശികളാണോ, റോഹിംഗ്യനാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ബാക്കിയുള്ള നമ്മളിപ്പോ അറിഞ്ഞു ബംഗാളിൽ ഭരണം മാറി. ആ ഭരണം മാറിക്കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ അവിടെ വ്യാജരേഖകളൊക്കെ ഉള്ളവർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കുറെ പേര്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്നിട്ട് കൃത്യമായിട്ടുള്ള പേരും അഡ്രസ്സും അതേപോലെ ബാങ്ക് അക്കൗണ്ടും പാൻ കാർഡും ആധാർ കാർഡും പാസ്പോർട്ടും വരെ കൊടുക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. കേരളത്തിൽ ഒരു ഹബ്ബ്, ഒരു ടീം തന്നെ ഉണ്ട്. ഇത് പിടിച്ചത് ഒരു മുംതാസ് എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്, കൊല്ലത്തു നിന്നാണ് പിടിച്ചത്. അവര് 13 വർഷമായി കേരളത്തിലുണ്ട്. ഈ 13 വർഷവും അവർ ഒരു രേഖയില്ലാതെ കേരളത്തിൽ താമസിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേരളം എന്തടിസ്ഥാനത്തിന് ഓരോ ആൾക്കാരെ വെൽക്കം ചെയ്യുന്നത്? കേരളം എന്തൊരു ചണ്ടയായിട്ട് മാറിയത് കാരണം കൊണ്ട്. കാരണം ആർക്കും വന്നിട്ട് എന്തും ചെയ്യാം, അതാണ് നമ്മുടെ കേരളം എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? കേരളത്തിലെ ആൾക്കാർ മറ്റുള്ള ആൾക്കാർ കാണിച്ചു കൂടെ കൊടുക്കുന്നത് കാരണം കൊണ്ടാണല്ലോ ഓരോടെ വിചാരിക്കണത് അത് കേരളമാണ്, നമുക്ക് അവിടെ പോവാം. ഇനി പേരും വേണ്ട, അഡ്രസ്സും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളെന്നെ പറഞ്ഞു പെരുമ്പാവൂര് അത്രയും ഹിന്ദിക്കാരാണ് എന്നുള്ളത്. ഇന്നിപ്പോ നമ്മളിപ്പോ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഓരോടെ നോക്കും, എന്തെല്ലാം നോക്കും, എല്ലാം നോക്കും. എവിടെന്നാ വരുന്നേ, കറക്റ്റ് ആണോ, എല്ലാം നോക്കും. ഒരു ഐ ഡി കറക്റ്റ് ആണോ, ഐ ഡി തെറ്റിക്കണോ. ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ നമ്മൾ ഗൾഫിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിസന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഒരു 2 ദിവസമായിട്ടുള്ളൂ കൂട്ടിക്കോളി. ഏതെങ്കിലും CID-ആളെടുത്തോ പോലീസുകാരാ നമ്മൾ കണ്ടെങ്കിൽ ഐ ഡി ചോദിച്ച് എൻ്റെ ഡേറ്റ് മാറിക്കണല്ലോ, കേറിക്കോന്ന് പറയും. എവിടെ കൊണ്ടുപോണ്? ഇവിടെയോ നേരെ ജയിലിക്ക്. ഇവിടെ ഒരു കുഴപ്പമില്ല, എജ്ജ് വെക്കാം, അല്ലേ വല്ല എജ്ജ് വെക്കാം പൊക്കോന്ന് പറയും. നോക്ക് പോലും ഇല്ലല്ലോ. ആരും നോക്കണേ? ഇവിടെ മെയിൻ ആവശ്യം പൈസ ആണ്. പൈസ എല്ലായിടത്തും ആവശ്യമുണ്ട്. പക്ഷെ നിയമത്തിനനുസരിച്ച് പോകുന്നൊരു സ്ഥലങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, രാജ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് പുറത്തുള്ള രാജ്യങ്ങളാണ്. അമേരിക്ക ആയിക്കോട്ടെ, അതേമാതിരിയുള്ള ലക്ഷറീസ് ആയിട്ടുള്ള ഏത് രാജ്യങ്ങളും ആയിക്കോട്ടെ, നിയമം ലംഘിച്ചിട്ട് നമുക്ക് ശരിക്കും ഒരു ID കാര്യങ്ങളൊന്നും ഇല്ലാതെ അവിടെ ജീവിക്കാൻ പറ്റുമല്ലേ? അവിടെ പറ്റത്തില്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ പറ്റും.